ഹായ്, ഇന്ന് നമ്മളിനി പഠിക്കാൻ പോകുന്നത് സ്റ്റെപ്പ് ലാഡർ മെത്തേഡിൻ്റെ ഒരു പ്രോബ്ലമാണ്. സ്റ്റെപ്പ് ലാഡർ അല്ലെങ്കിൽ സൈമൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ് ഏതെങ്കിലും ഒരെണ്ണം കമ്പൽസറി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ 15 മാർക്കിൻ്റെ ഉണ്ടാവും. അപ്പോൾ സ്റ്റെപ്പ് ലാഡറിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. എ മാനുഫാക്ചറിംഗ് കമ്പനി ഹാസ് 2 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് 3 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്. ദ ഡിപ്പാർട്ട്മെൻറ്റൽ ഡിസ്ട്രിബ്യൂഷൻ സമ്മറി ഷോഡ് ദ ഫോളോയിങ് എക്സ്പെൻസ്. ഇതാണ് എക്സ്പെൻസ്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എക്സ് 32, ഡിപ്പാർട്ട്മെൻറ്റ് വൈ 20,000. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് 16,000, സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് 5,000, മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റ് 3,000. ഇനി അത് ഡിവിഷൻ്റെ റേഷ്യോസാണ് ഈ തന്നേക്കണേ. നമ്പർ ഓഫ് എംപ്ലോയീസിൻ്റെ അടിസ്ഥാനത്തിലാണ് ആദ്യത്തെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആദ്യത്തെ എന്താണ് 40, 30, പിന്നെ ടൈം കീപ്പിങ്ങിലില്ല 20, 10. ഇനി സ്റ്റോഴ്സ് റിക്വസിഷൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് 24, 20, 6. അടുത്തത് മെഷീൻ അവേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ 2,400, 1,600. അപ്പോൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഈ മെഷീൻ അവറിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്നത്. സ്റ്റോഴ്സിൻ്റെ ഡിവിഷൻ വന്നത്, അതായത് ഈ സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഡിവിഷൻ വന്നത് ഈ റേഷ്യോയിലാണ്. ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഡിവിഷൻ വന്നത് നമ്മുടെ നമ്പർ ഓഫ് എംപ്ലോയീസിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇനി നമ്മളോട് ഇത് അപ്പോർഷൻ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് പോകാം. സ്റ്റെപ്പ് ലാഡർ മെത്തേഡ് അതിൻ്റെ ഫോർമാറ്റാണ് ഈ തന്നിരിക്കുന്നത്. 2 ഫോർമാറ്റ് ഉണ്ട്. 2 ഫോർമാറ്റിൽ നമുക്ക് ചെയ്ത് കാണിക്കാം. അപ്പോൾ സ്റ്റെപ്പ് ലാഡർ ആയാലും സൈമൾട്ടേനിയസ് ആയാലും എല്ലാവരും എന്താണ് ചെയ്യുന്നത്, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ എക്സ്പെൻസുകൾ വീതിച്ച് അവസാനം അത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രം ഒതുങ്ങും. എന്നിട്ട് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ടോട്ടലിലേക്ക് നമ്മൾ എത്തിച്ചേരും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എല്ലാ ഐറ്റവും എഴുതി വെക്കുക. ടൈം കീപ്പിംഗ്, സ്റ്റോഴ്സ്, മെയിൻ്റനൻസ്, അങ്ങനെ 3 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്, 2 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. അതിൻ്റെ എക്സ്പെൻസുകൾ നമ്മളിവിടെ എഴുതി വെച്ചേക്കുകയാണ്. ടൈം കീപ്പിങ്ങിൻ്റെ 16,000, സ്റ്റോഴ്സിൻ്റെ 5,000, മെയിൻ്റനൻസ് 3,000, എക്സ് 32,000, വൈ 20,000. ഇനി ആദ്യം നമ്മൾ വിധിക്കാൻ പോകുന്നത് ടൈം കീപ്പിംഗ് ആണ്. അപ്പോൾ നമ്പർ ഓഫ് എംപ്ലോയീസിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഓൾറെഡി നമുക്കൊരു റേഷ്യോ തന്നിട്ടുണ്ടായിരുന്നു, 40, 30, 20, 10 എന്നുള്ള റേഷ്യോ. അപ്പോൾ 10 മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, 20 സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്, എക്സിൻ്റെ 40, വൈയുടെ 30. ഇങ്ങനെയായിരുന്നു ആ റേഷ്യോ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ആ റേഷ്യോയിൽ വീതിക്കാം. അപ്പോൾ ആദ്യം ടൈം കീപ്പിംഗ് ആണ് വീതിക്കാൻ പോണേ. 16,000 മുഴുവൻ വീതിക്കാൻ പോവാണ്. അതുകൊണ്ട് ടൈം കീപ്പിംഗ് ഇപ്പോൾ 0 ആയി. ഇനി അത് വീതിക്കുന്ന ഏത് റേഷ്യോയിലാണ്? സ്റ്റോഴ്സ്, മെയിൻ്റനൻസ്. അപ്പോൾ സ്റ്റോഴ്സിൻ്റെ റേഷ്യോ 20 ആയിരുന്നു അവിടെ കിടന്നിരുന്നത്. മെയിൻ്റനൻസിൻ്റെ റേഷ്യോ 10 ആയിരുന്നു കിടന്നിരുന്നത്. എക്സിൻ്റെ 40, വൈയുടെ 30. അപ്പോൾ നമ്മളതിനെ ചെറുതാക്കി 2:1:4:3 എന്നുള്ള റേഷ്യോയിലേക്ക് ഈ 16,000-നെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുത്തു. ഇനി അടുത്തത് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോണത് ഏതാണ്? സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിനെയാണ്. അപ്പോൾ സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ സ്റ്റോഴ്സിൽ ഓൾറെഡി ഉണ്ടായ 5,000 വേണം. ഈ ടൈം കീപ്പിങ്ങിൽ നിന്ന് ഡിവൈഡ് ചെയ്ത് കൊടുത്ത 3,200. അങ്ങനെ ഇതിൻ്റെ മൊത്തം എത്രയാണ്? 8,200. ആ 8,200 നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോണേ. അപ്പോൾ അത് മൈനസിലിട്ട് ബ്രാക്കറ്റിലിട്ടെന്ന് വെച്ചാൽ മൈനസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് രണ്ടും ടാലിയായി ഇവിടെ 0 വന്നു. ഇനി ഈ 8,200-നെ നമ്മൾ ഡിവൈഡ് ചെയ്യണത് ഏത് റേഷ്യോയിലാണ്? മൊത്തം 8,200 നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ 8,200 ഡിവൈഡ് ചെയ്യണത് ഏത് റേഷ്യോയിലാണ്? ഇനി നമ്മുടെ കയ്യിൽ എന്തേ ഉള്ളൂ? അത് നമ്പർ ഓഫ് സ്റ്റോഴ്സ് റിക്വസിഷൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ 24, 20, 6 അങ്ങനെ നമുക്കൊരു റേഷ്യോ തന്നിട്ടുണ്ട്. അതായത് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് 6, അതേപോലെ സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ എക്സിൽ 24, വൈയിൽ 20. കാരണം ടൈം കീപ്പിങ്ങിന് ഇല്ല. സ്റ്റോഴ്സിലെ സാധനം ഡിവൈഡ് ചെയ്യുമ്പോൾ സ്റ്റോഴ്സിൻ്റെ റേഷ്യോയും ഇല്ല. ഇനി ആ 8,200 നമ്മളിവിടെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. 984. അതെങ്ങനെ? ഏത് റേഷ്യോ? 3, 12, 10. അതായത് 6, 24, 20-നെ വെട്ടി ചെറുതാക്കി 3, 12, 10 എന്നുള്ള റേഷ്യോ ആക്കി അതിന് നമ്മളിവിടെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. മെയിൻ്റനൻസിൽ 984, 39, 36, 32, 80 ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ എങ്ങനെയാണ് റേഷ്യോ എങ്ങനെയാണ് ചെയ്യണമെന്ന് അറിയാമല്ലോ. എങ്ങനെയാണ് റേഷ്യോ ചെയ്യണത്? 8,200 ഇൻറ്റു ഇതെത്രയാണ്? 12, 3, 15, 10, 25. ടോട്ടൽ 25. അപ്പോൾ 8,200 ഇൻറ്റു 3/25 ചെയ്യുമ്പോൾ ഇത് കിട്ടും. 8,200 ഇൻറ്റു 12/25 ചെയ്യുമ്പോൾ ഇത് കിട്ടും. 8,800 ഇൻറ്റു 10/20 8,200 ഇൻറ്റു 10/25 ചെയ്യുമ്പോൾ ഇത് കിട്ടും.
റേഷ്യോ ഡിവൈഡ് ചെയ്യാനൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അടുത്തത് മെയിൻ്റനൻസ് ആണ് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോണേ. അപ്പോൾ ബാക്കി രണ്ടുപേരും തീർന്നു, ടൈം കീപ്പിങ്ങും സ്റ്റോഴ്സും തീർന്നു. ഈ മെയിൻ്റനൻസ് ആർക്ക് മാത്രം ഇനി ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ മതി? എക്സിനും വൈക്കും. അപ്പോൾ മെയിൻ്റനൻസ് നമ്മൾ എടുക്കുമ്പോൾ എന്ത് ചെയ്യണം? മെയിൻ്റനൻസിൻ്റെ 3000 ഉണ്ട്, ടൈം കീപ്പിങ്ങിൽ നിന്ന് ഇട്ട് 1600 ഉണ്ട്, സ്റ്റോഴ്സിൽ നിന്ന് കിട്ടിയ 984 ഉണ്ട്. ഇത് മൂന്നും കൂടി കൂട്ടി 5584 നമ്മൾ ഇവർക്ക് രണ്ടുപേർക്കും കൂടി ഡിവൈഡ് ചെയ്ത് കൊടുക്കണേ. അതിൻ്റെ റേഷ്യോ ഇവിടെ പറഞ്ഞിട്ടുണ്ട് 2400 1600 മെഷീൻ അവർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2400 1600 എന്ന് പറഞ്ഞാൽ 24:16. അപ്പോൾ വെട്ടി ചെറുതാക്കി അവസാനം നമുക്ക് എത്ര കിട്ടും? 3:2 എന്ന് കിട്ടും. അപ്പോൾ 3:2 നമ്മൾ 5584 വീതിക്കണത്. അപ്പോൾ 3350 2234 കിട്ടും. എന്നിട്ട് നമ്മൾ എക്സ് ടോട്ടൽ ചെയ്യുക, ദെൻ വൈ ടോട്ടൽ ചെയ്യുക. ഇതാണ് ഒരു മെത്തേഡ്. രണ്ട് മെത്തേഡും സെയിം തന്നെ, പക്ഷേ എഴുതുന്ന രീതിക്ക് വ്യത്യാസമുണ്ട്, ആ ഫോർമാറ്റിന് വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത മെത്തേഡ് നോക്കാം. അപ്പോൾ ഈ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഫോർമാറ്റിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഇവിടെ നോക്കി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് കാണിച്ചേക്കുന്നത്, അതുകൊണ്ടാണ് സ്റ്റെപ്പ് ലാഡർന്ന് പേര് വന്നത് തന്നെ. അപ്പോൾ നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ സ്ട്രെയിറ്റ് ആയിട്ടാണ് ഡിപ്പാർട്ട്മെൻറ്റ് എഴുതിയേക്കണമെങ്കിൽ ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റ് ഇങ്ങനെയാണ് എഴുതിയേക്കണത്: ടൈം കീപ്പിംഗ്, സ്റ്റോഴ്സ്, മെയിൻ്റനൻസ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എക്സും വൈയും. എന്നിട്ട് നമ്മൾ ഇങ്ങനെയാണ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഐറ്റം എന്താണ്? 16,000 ഇതിൻ്റെ നേരെ എഴുതി, ഇവിടെ 0 ആയിപ്പോയി. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മൾ ഓരോ ഐറ്റം ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്: 16,000 5000 3000 32,000 20,000. എന്നിട്ട് ഈ 16,000 നമ്മൾ മുകളിൽ പറഞ്ഞ പോലെ തന്നെ ഡിവൈഡ് ചെയ്ത് താഴേക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. മനസ്സിലായ? എന്നിട്ട് പിന്നെ നമ്മൾ ടോട്ടൽ ചെയ്യണത് ഇങ്ങനെയാണ്. അപ്പോൾ ഇനി അടുത്ത സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് അപ്പോൾ 5000 ഓൾറെഡി ഉണ്ടായിരുന്നു, പിന്നെ ഈ 16,000 നിന്ന് ഡിവൈഡ് ചെയ്ത് കിട്ടിയ 3200 ഉണ്ടായിരുന്നു. അങ്ങനെ എത്ര ഉണ്ടായിരുന്നു? 8200. അതും ഇതേപോലെ താഴേക്ക് ഡിവൈഡ് ചെയ്ത് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഏതാണ്? മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റാണ്. മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താ? 3000 ഓൾറെഡി ഉണ്ടായിരുന്നു, പിന്നെ ഈ 16,000 നിന്ന് കിട്ടിയ 1600 ഉണ്ട്, ഈ 8200 നിന്ന് കിട്ടിയ 984 ഉണ്ട്. അങ്ങനെ ഇതിൻ്റെ ടോട്ടൽ എത്രയാണ്? 5584. അത് എക്സിനും വൈക്കും കൂടി ഡിവൈഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇത് മൊത്തം ടോട്ടൽ ചെയ്ത് എക്സിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കുക, ഇത് ടോട്ടൽ ചെയ്ത് വൈയുടെ ടോട്ടൽ കണ്ടുപിടിക്കുക. അപ്പോൾ രണ്ട് ഫോർമാറ്റിലാണ് ചെയ്യണതെന്ന് മാത്രമേ ഉള്ളൂ. ചെയ്യേണ്ട മെത്തേഡും കാര്യങ്ങളൊക്കെ സെയിം തന്നെ.